ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ടേണിംഗ് പോയിന്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ടേണിംഗ് പോയിന്റ് യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ഷാലോം ടിവിയുടെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം. യുവജനങ്ങളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവരുടെ സ്വപ്നങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാം. അതിന് ഈ ഒരു എപ്പിസോഡിൽ നമ്മെ സഹായിക്കാനായിട്ട് വന്നിരിക്കുന്നത് പ്രിയപ്പെട്ട ജോൺസൺ സാർ. സാർ ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. എൻ്റെ പേര് ജോൺസൺ അലക്സ്. ഞാൻ കണ്ണൂർ സർവകലാശാലയിൽ മനഃശാസ്ത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യും. നമ്മുടെ കൂടെയുള്ള ക്ലിൻറ്റ് പ്ലീസ്. എൻ്റെ പേര് ക്ലിൻറ്റ് ജോസഫ്. ഞാൻ സ്നേഹാലയ സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഒപ്പം നമ്മുടെ കൂടെയുള്ളത് പ്രിയപ്പെട്ട അജീന ടീച്ചർ. പ്ലീസ് പരിചയപ്പെടുത്തി. എൻ്റെ പേര് അജീന ജോസഫ്. ഞാൻ ലിസ കോളേജ് കൈതപ്പോയിലുള്ള ലിസ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഏറെക്കുറെ ഇവരെ പരിചയപ്പെട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മുടെ ടോപ്പിക് ഇന്ന് എങ്ങോട്ടാണ് പോകുന്നുള്ളത്. നമുക്കൊരു മനഃശാസ്ത്രപരമായ ചിന്തകളിലൂടെയാണ് നമ്മളിന്ന് പോകുന്നത്. ഒരു മാനസിക ആരോഗ്യം പ്രത്യേകിച്ച് യുവജനങ്ങൾക്കിടയിൽ എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്നും പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ പോസ്റ്റ് കോവിഡ് സിറ്റുവേഷനിൽ ഡിപ്രഷനും ആൻസൈറ്റിയും സ്ട്രെസ്സും അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യകതയെ പറ്റിയും പ്രാധാന്യത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ 3 പേരോടൊപ്പം അവർ ഈ സബ്ജക്ട് എക്സ്പെർട്ടീസ് ആണ് അവരൊപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു കാര്യത്തെപ്പറ്റി നമ്മുടെ യുവജനങ്ങൾ ഇതിനെയൊക്കെ എങ്ങനെ നോക്കിക്കാണും നമുക്ക് കണ്ടുകൊണ്ട് തുടങ്ങാം. പ്ലീസ്. യുവാക്കളിൽ കൂടുതലും ഡിപ്രഷൻ ഏറി വരുന്നതിന് റീസൺ ഒന്ന് ഞാൻ കണ്ടിട്ടുള്ളത് ഒന്നെങ്കിൽ റിലേഷൻഷിപ്പ് പ്രോബ്ലം ആയിരിക്കാം, ഫാമിലി സ്ട്രെസ് ഉണ്ടാവും. മേ ബി എനിക്ക് തോന്നുന്നു എസ്പെഷ്യലി ബോയ്സ് വളരെയേറെ സ്ട്രെസ് അനുഭവിക്കുന്നവരാണ്. ഗേൾസ് ആണെങ്കിൽ കുറച്ചും കൂടി എല്ലാവരോടും ഷെയർ ചെയ്യും. ബോയ്സ് കുറച്ചും കൂടി മനസ്സിൽ വെച്ച് നല്ലപോലെ ആലോചിച്ച് കുറച്ചും കൂടി സ്ട്രെസ്ഡ് ആണ് അവരെപ്പോഴും. ഇതിപ്പോൾ നോർമലി നമ്മളെ ഏജസിലെല്ലാം നോക്കുമ്പോൾ അത് കുറേ ഭാഗമെല്ലാം മൂഡ് സ്വിങ്സ് ആണ്. പക്ഷെ നമ്മളത് ഡിപ്രഷനാണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാക്കുന്ന കുറേ ഭാഗങ്ങളുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് റിയലൈസ് ചെയ്യാൻ പറ്റില്ല. സൈക്കോളജിക്കൽ കണ്ടീഷൻ പൊതുവേ അങ്ങനെയാണ്, നമുക്കത് റിയലൈസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കൂടുതലുള്ള ആൾക്ക് നമ്മുടെ ക്യാരക്ടറിൽ ചേഞ്ച് വരുമ്പോൾ എല്ലാം അതിനെ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് അതിന് മെയിനായിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലി എല്ലാം നമ്മൾ കൂടെ ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു കണ്ടീഷൻ മനസ്സിലാക്കാനും പറ്റൂ, അതിനൊരു ക്യൂറിലേക്ക് കൊണ്ടുവരാനും പറ്റുള്ളൂ. അഫയേഴ്സ് ആവാം, അങ്ങനെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളായിരിക്കും നമ്മളെ ഡിപ്രഷനിലേക്ക് നയിക്കുന്നത്. ഇപ്പം മാരേജ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മളെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും, അത് ഉറപ്പാണ്. അതിപ്പോൾ ഞാനായാലും ഏതൊരു വ്യക്തിക്കും അങ്ങനെ ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ യുവജനങ്ങളൊക്കെ പറഞ്ഞത് അവർ കടന്നു പോകുന്ന അവർ അവസ്ഥകളെ പറ്റിയാണ്. നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ നമുക്കൊരു സോഷ്യൽ സ്റ്റിഗ്മ ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. പ്രത്യേകിച്ച് ഈ മാനസിക ആരോഗ്യം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മെൻ്റലാണ്, വട്ടാണ്, അങ്ങനെയുള്ളത് നമ്മളൊരു കേരളം ഇപ്പോഴും ഒട്ടും അന്ന് പുറത്തു വന്നിട്ടില്ല. ഈ ഒരു പോസ്റ്റ് കോവിഡ് സിറ്റുവേഷൻ നമ്മൾ ഇതിനൊക്കെ കുറച്ചുകൂടി ഒരു പ്രോ ആയിട്ട് കാണുന്നുണ്ടെങ്കിലും ഒട്ടും പുറത്തു വരാത്ത സംഭവമാണ്. നമുക്ക് അത് തന്നെ സംസാരിച്ച് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ശരിക്കും ഈ നമുക്കൊരു മാനസികാരോഗ്യം ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ഒരു പനി വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകും. പക്ഷേ ഒരു മനസ്സിലൊരു പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരിക്കും. നമുക്ക് അതിനെപ്പറ്റി തന്നെ ഡോക്ടർ സാർ ഒന്ന് പറഞ്ഞു തുടങ്ങിക്കോളൂ. ഈ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ മനഃശാസ്ത്രം അല്ലെങ്കിൽ സൈക്കാട്രി ഈ വിഭാഗങ്ങളെ ആൾക്കാർ വളരെ ദൂരെ നിന്നാണ് കാണുന്നത്. കാരണം ഇത് ഒരിക്കൽ വന്നാൽ ജീവിതകാലം മുഴുവനും ഈ മാനസിക രോഗത്തിന് അടിമയാകുമെന്നും മാനസിക രോഗത്തിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരുമെന്നും മരുന്ന് കഴിക്കേണ്ടി വരുമെന്നുള്ള ഒരു തെറ്റായ ധാരണ, ഇതുകൊണ്ടാണ് ഒരു ഭയത്തോടു കൂടി ആൾക്കാർ നോക്കിക്കാണുന്നത്. അപ്പം അത് ശരിക്കും നമുക്ക് ദൂരീകരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ അവയർനെസ് കൂടിയെങ്കിൽ മാത്രമേ നമുക്കത് സാധ്യമാകൂ. ഞാൻ കോളേജ് പഠിക്കുമ്പോൾ ഓർമ്മയുണ്ട്, നമ്മൾ കോളേജ് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പോലും ഈ ആഴ്ച ഒരു ദിവസം കൗൺസിലർ വരുമല്ലോ. ഈ കൗൺസിലർ വരുമ്പോൾ നമുക്ക് ഈ അലമ്പന്മാർക്കൊക്കെ ചെറിയൊരു പേടിയുണ്ട്. ഈ അലമ്പന്മാരെ കൊണ്ട് നന്നാക്കാൻ എത്തുന്ന സ്ഥലമാണ് കൗൺസിലിംഗ്. എങ്ങനെയോ അവന് 2 പൊട്ടിയോ 2 ഉപദേശമോ കിട്ടിയോ നന്നാവുന്നുള്ളൂ, അതിന് കൗൺസിലിംഗ് കൊണ്ട് ആവശ്യമില്ലല്ലോ. പക്ഷേ ഇവനെന്തോ മാനസിക പ്രശ്നം ഉണ്ടെന്നൊക്കെ ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി ചില ടീച്ചേഴ്സ് എല്ലാവർക്കും മാപ്പ് പറഞ്ഞുകൊണ്ട് പറഞ്ഞു ടീച്ചേഴ്സൊക്കെ പിടിച്ചുകൊണ്ട് ഇരുത്തുമായിരുന്നു. ടീച്ചർ എങ്ങനെ ശരിയാണോ? ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ, അച്ഛൻ പറഞ്ഞത് ശരിയാണ്. പലപ്പോഴും ഇങ്ങനെ കേസുകളായിട്ട് വരുന്നത് പലപ്പോഴും അലമ്പായിട്ടുള്ള സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ ക്ലാസ്സിൽ പ്രശ്നം ഉണ്ടാക്കുന്ന സ്റ്റുഡൻസിനെയാണ് നമ്മുടെ അടുത്ത് കേസിനായിട്ട്, അല്ലെങ്കിൽ പ്രശ്നക്കാരാണ്, അല്ലെങ്കിൽ അവർക്ക് എന്തോ സൈക്കോളജിക്കൽ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്നത്. പലപ്പോഴും അത് അവർക്കൊരു അറ്റൻഷൻ സീക്കിങ്ങിനോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ബിഹേവിയറായിട്ട് ഇഷ്യൂസ് ആവാം, അല്ലാണ്ട് ഒരു മാനസികമായ പ്രശ്നങ്ങളായിരിക്കത്തില്ല അവരെ ഈ രീതിയിൽ ക്ലാസ്സിൽ ആ രീതിയിൽ ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി കൊണ്ടുവരുന്നത്.
എനിക്ക് തോന്നുന്നു പല കാര്യങ്ങളാണ് ഈ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിലേക്ക് ആൾക്കാരെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ചില കെമിക്കൽ ഇംബാലൻസസിൻ്റെ ആണ് ഒരു മെയിനായിട്ടുള്ളൊരു റീസൺ. സോ അതിനായിട്ട് എപ്പോഴും കെമിക്കൽ ഇംബാലൻസ് പല സാഹചര്യങ്ങൾ കൊണ്ടുണ്ടാവാം. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചൈൽഡ്ഹുഡ് ട്രൗമാസ് ആയിരിക്കാം. സോ അതൊക്കെയാണ് ഒരു പക്ഷേ ഈ ട്രൗമയിലേക്ക് പിന്നെ ഈ കെമിക്കൽ ഇംബാലൻസിലേക്ക് എത്തിക്കുന്നത്. അപ്പം ആ ഒരു കാര്യത്തെ കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്ത് അതിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് കൂടുതലായിട്ടും ഒരു സൈക്കോ എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ വേണ്ടത് എന്ന് തോന്നുന്നു ഈ കാലഘട്ടം. നമ്മൾ ഈ സെക്ഷൽ എഡ്യൂക്കേഷൻ വേണം എന്ന് പറയുന്ന പോലെ തന്നെ എനിക്ക് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സൈക്കോളജിക്കൽ എഡ്യൂക്കേഷൻ. നമ്മൾ സ്കൂളിൽ ചെറിയ കാലം മുതൽ തന്നെ എല്ലാ ലെവലിലും നമ്മൾ കൊടുത്തു വളർത്തുക എന്നുള്ളത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തി ജനറേഷന് വേണ്ടി. ശരിക്കും അത് നമ്മൾ മാനസിക ആരോഗ്യത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇതിനുള്ള ഒരു ചികിത്സയ്ക്ക് ആൾക്കാർ മുതിരത്തുള്ളൂ. ട്രീറ്റ്മെന്റ് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണം. നമ്മൾ നല്ല ആരോഗ്യമുള്ള ശരീരത്തെ ആരോഗ്യമുള്ള മനസ്സുള്ളൂ എന്ന് പറയുന്ന പോലെ അത് തിരിച്ചു വേണേൽ പറയാം. ആരോഗ്യമുള്ള മനസ്സിലെ നല്ല ഹെൽത്ത് ഉണ്ടാവുകയുള്ളൂ. അതാണ് ശരിക്കും യഥാർത്ഥത്തിൽ. കാരണം ഇത് രണ്ടും കോറിലേറ്റഡ് ആണ്. ആക്ച്വലി രണ്ടും ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് പോകുന്ന ഒരു കാര്യമാണ്. ഈ വർഷത്തെ ഒരു ടീൻസിനായിട്ടുള്ള സ്റ്റഡിയിൽ കേരളം ഏറ്റവും പൂവർ ആയിട്ടുള്ള മെന്റൽ ഹെൽത്ത് ഉള്ള ടീൻസിൻ്റെ ഒരു സ്റ്റഡിയിൽ കേരളത്തിലാണ് സ്കൂളുകളിൽ ഏറ്റവും പൂവർ മെന്റൽ ഹെൽത്ത് ഉള്ളതെന്ന് പറയുന്നത്. നമ്മളാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ എഡ്യൂക്കേഷനിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നു പറയുമ്പോഴും ഇവിടെ ഏറ്റവും കുറഞ്ഞ മെന്റൽ ഹെൽത്തുള്ള ആൾക്കാരുള്ള കേരളമായിട്ട് മാറി. അതുകൊണ്ടാണ് ഈ ടീൻസിനായിട്ടുള്ള ഇഷ്യൂസും അല്ലെങ്കിൽ സൂയിസൈഡ് പോലുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി കൂടുകയും ചെയ്യുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംശയം എനിക്ക് ചോദിക്കാനുണ്ട്. അതായത് ഒരു കോമൺ ഡൗട്ടാണ്, സാധാരണക്കാരനെ സംശയം വിചാരിച്ചാൽ മതി. നിങ്ങളെല്ലാ സൈക്കോളജിക്കൽ എക്സ്പേർട്ടുകൾ ഇരിക്കുന്നവർ ചോദിക്കുന്നതാണ്. അതായത് ഈ നമുക്കൊരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയും സൈക്കോളജിസ്റ്റ് ഉണ്ട്, സൈക്കാട്രിസ്റ്റ് ഉണ്ട്. നമ്മൾ എവിടെ പോകണം, എന്തിനെവിടെ പോകണം, എന്തിനെവിടെ പോവരുത് എന്നൊന്ന് ക്ലാരിഫൈ എങ്കിൽ നല്ലതായിരിക്കും. ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഇന്ന് രണ്ട് വിഭാഗത്തിലുള്ള ചികിത്സ ആണ് നടക്കേണ്ടത് ഒരു മാനസിക രോഗവുമായിട്ട് ബന്ധപ്പെട്ട്. അതൊരു ടീം വർക്കാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സൈക്കാട്രിസ്റ്റോ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിക് സോഷ്യൽ വർക്കോ മാത്രം പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യമല്ല. ഇതൊരു ടീം വർക്കായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇന്റഗ്രൽ ആണ്. അപ്പം ഒരു ആദ്യമേ തന്നെ നമ്മളൊരു സൈക്കാട്രിസ്റ്റ് MBBS കഴിഞ്ഞ് DPM MD ഡിഗ്രി ഉള്ള ഒരാളായിരിക്കണം സൈക്കാട്രിയിൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ട ആൾ. അതാണ് MBBSന് ശേഷം MDയോ ഡിപ്ലോമ ഇൻ സൈക്കാട്രിക് മെഡിസിനോ അല്ലെങ്കിൽ DNBയോ കഴിഞ്ഞിട്ടുള്ള ഒരാളായിരിക്കണം ഇതിന് സൈക്കാട്രിക് ചികിത്സ കൊടുക്കേണ്ട ആള്. അതേസമയം സൈക്കോളജിസ്റ്റിന്റെ ഒരു കാറ്റഗറിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ MPhil ക്ലിനിക്കൽ സൈക്കോളജി RCI ലൈസൻസ് ഉള്ള സ്ഥാപനത്തിൽ നിന്നും പാസ്സായിട്ടുള്ള ആൾക്കാരായിരിക്കണം ചികിത്സ കൊടുക്കേണ്ടത്. അവരാണ് മെഡിക്കലി അല്ലെങ്കിൽ ഒരു 2 വർഷത്തെ ഇൻറ്റൻസീവ് ട്രെയിനിങ് കഴിഞ്ഞ് ഈ ഒരു വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ സൈക്കാട്രിക് സോഷ്യൽ വർക്കിൻ്റെ കാര്യം പറയുമ്പോഴത്തേനും അവർ MSW ബാക്ക്ഗ്രൗണ്ടിലും അതുപോലെ തന്നെ MPhil സൈക്കാട്രിക് സോഷ്യൽ വർക്കും കഴിഞ്ഞിട്ടുള്ള ആളായിരിക്കണം. ഇതൊരു ടീം വർക്കാണ്. ഇതിൻ്റെ കൂടെ അലൈഡ് പ്രൊഫഷൻസും കൂടെ ഉണ്ട്. ഓക്യുപ്പേഷണൽ തെറാപ്പി, ചിലപ്പോൾ സ്പീച്ച് തെറാപ്പി, ഇങ്ങനെയുള്ള കാറ്റഗറിയും ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാകാറുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മാനസിക രോഗത്തിൻ്റെ ഓട്ടിസം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് സ്പീച്ച് തെറാപ്പിയുടെ ആവശ്യമുണ്ട്, സൈക്കോളജിസ്റ്റിൻ്റെ ആവശ്യമുണ്ട്, സൈക്കാട്രിസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ഒക്യുപ്പേഷൻ തെറാപ്പി റീഹാബിലിറ്റേഷനിൽ വളരെ ഇൻ്റഗ്രൽ പാർട്ടാണ്. അപ്പം ഒരു ടീം വർക്കാണ് മാനസിക രോഗത്തിൻ്റെ ചികിത്സ പ്രധാനമായിട്ട് നടക്കേണ്ടതായി. ഞാനൊരു റോങ് ട്രെൻഡിനെ പറ്റി ഈ ദിവസങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. അതായത് ഇപ്പോൾ നമുക്ക് അടുത്തിടെയാണ് ഫഹദ് ഫാസിൽ ഒരു സിനിമ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ഞാൻ ADHD പ്രശ്നമുള്ള ആളാണ്. പിന്നെ നാട്ടിൽ സകലമാന ആൾക്കാർക്ക് ADHD ആണ്. അതിനു മുമ്പ് കുറച്ചാൾ മുമ്പ് നമ്മുടെ അൽഫോൺസ് പുത്രൻ ഒരു പടമൊക്കെ പൊട്ടിയുന്ന സമയത്ത് പറഞ്ഞു, ഞാൻ ഓട്ടിസ്റ്റിക് ആണ്. പിന്നെ എല്ലാവരും ഓട്ടിസ്റ്റിക് ആണ്. സമീറ റെഡ്ഡി കുറച്ച് നാൾ മുമ്പ് അവളാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ പബ്ലിക്കായിട്ട് പോസ്റ്റ് പാർട്ടത്തെ പറ്റി ഒരു നല്ലൊരു ആർട്ടിക്കിൾ എഴുതി. പിന്നെ പ്രസവം കഴിയുന്ന എല്ലാവർക്കും പോസ്റ്റ് പാർട്ടമാണ്. ഈ ഒരു ശരിക്കൊരു ഇഷ്യൂ ഇപ്പോഴത്തെ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഫീലിംഗ് ഡിപ്രസ്ഡ് ആൻഡ് ഡിപ്രഷൻ, ക്ലിനിക്കൽ ഡിപ്രഷൻ, ഇത് രണ്ട് കാര്യങ്ങളാണല്ലോ. ശരിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന് സ്വല്പം തളർച്ച വന്നാൽ പിന്നെ വേഗം ഡിപ്രഷൻ. ഇപ്പോൾ പുതിയൊരു വാക്കുണ്ട് പാനിക് അറ്റാക്ക്. ഇതുപോലെയുള്ള വാക്കുകൾ സെലിബ്രിറ്റീസ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഭയങ്കരമായിട്ട് അങ്ങ് ഓവർ എംഫസിസ് ചെയ്യപ്പെടും, അങ്ങ് ഏറ്റെടുക്കണം. എനിക്കങ്ങ് ഡിപ്രഷൻ അങ്ങ് സ്ഥാപിക്കണം. പിന്നെ അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾ കോളേജൊക്കെ പഠിക്കും, ടീച്ചറിന് ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ക്ലിനിക്കലി നമുക്ക് ഒരാൾക്ക് ഡിപ്രഷൻ ഉണ്ട്
എന്ന് നമുക്ക് പറയണമെങ്കിൽ അതിന് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഒരു പർട്ടിക്കുലർ സിംറ്റംസ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ക്രൈറ്റീരിയ നമ്മൾ മീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റത്തുള്ളൂ, ആ ഒരാൾക്ക് എന്തൊക്കെയാണ് ഈ ക്രൈറ്റീരിയ? ഡിപ്രഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. മെയിനായിട്ടും നമുക്ക് ഒരാൾക്ക് ഡിപ്രഷൻ ഉണ്ട് എങ്കിൽ മെയിനായിട്ട് ഉണ്ടാകുന്ന 2 സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ലോ മൂഡ്, അതുപോലെ തന്നെ ലോസ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പ്ലഷർ. നമുക്ക് മൂഡിൻ്റെ ചേഞ്ചസ് ഉണ്ടാവും. ചിലപ്പോൾ ആൾക്കാർ കരയുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് ആങ്സൈറ്റി ഉണ്ടാവാം, അല്ലെങ്കിൽ അൺകൺട്രോളബിൾ ആയിട്ട് സസ്റ്റെയിൻ ചെയ്യണം. അതിനൊരു പീരീഡ് ഉണ്ടാവും. ഈ പറഞ്ഞ 2 സിംറ്റംസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് 2 വീക്കെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം. അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണം. അതുപോലെ തന്നെ 6 month ഡ്യൂറേഷൻ ഉണ്ടാവണം. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ക്രൈറ്റീരിയയിലുള്ള സിംറ്റംസ് എല്ലാം ഒരു 6 month ഡ്യൂറേഷനിൽ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ ആ ഒരാൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഡിപ്രഷൻ ഉണ്ടെന്ന് പറയാൻ വേണ്ടി സാധിക്കുന്നു. അതുപോലെ തന്നെ ലോസ് ഓഫ് ഇൻട്രസ്റ്റ്, ഒരു കാര്യത്തിൽ അവർക്ക് എന്ത് ചെയ്യത്തില്ല, ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, യൂത്തിന്റെ കേസിലാണെങ്കിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് വരും. അതുപോലെ തന്നെ അവർ ഇൻവോൾവ് ചെയ്ത ആക്ടിവിറ്റിയിൽ നിന്ന് പിന്മാറുന്ന ഒരു സിറ്റുവേഷൻ, അങ്ങനെ നമുക്ക് ഇങ്ങനെ കുട്ടികളിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫുഡൊക്കെ കഴിക്കുന്ന പിള്ളേരാണെങ്കിൽ ചിലപ്പം ഫുഡിൻ്റെ ഇൻടേക്ക് കുറയുന്നു. ചില ആൾക്കാർക്ക് നേരെ ഓപ്പോസിറ്റ് ആട്ടോ. ഫുഡിൻ്റെ ഇൻടേക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഓക്കെ ഡിപ്രഷനാണെന്ന് പറയാൻ പറ്റത്തില്ല. ചില ആൾക്കാരിൽ ഡിപ്രഷനുള്ള ആൾക്കാർക്ക് ഫുഡിൻ്റെ ഇൻടേക്ക് കൂടും. അത് അവരുടെ കോപ്പിംഗ് മെക്കാനിസം ആണല്ലോ, അൺകൺട്രോളബിൾ ഈറ്റിംഗ് ഉള്ളത്. അതെ. അപ്പോൾ ആ സിംറ്റംസ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പം ഫുഡ് കഴിക്കില്ല, ചിലപ്പോൾ നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ആൾക്കാരായിരിക്കും. പിന്നെ ചിലപ്പോൾ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് ഉറക്കം ഉണ്ടാകത്തില്ല, പക്ഷെ ചില ആൾക്കാർ നന്നായിട്ട് ഉറങ്ങും. അപ്പൊ അങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ ഡിഫറെന്റ് ആണ്. പക്ഷെ എന്താണെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് ഇത് ലാസ്റ്റ് ചെയ്യണം. ലോ ഇൻട്രസ്റ്റ് ആൻഡ് ലോ മൂഡ്, ഇത് രണ്ടും ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ലോ മൂഡും ഒരു പർട്ടിക്കുലർ 2 weeks അറ്റ്ലീസ്റ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ഒരാൾക്ക് ഒരു ഡിപ്രഷൻ ഉണ്ടാകും. ക്ലിനിക്കൽ ഡിപ്രഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. മെയിനായിട്ട് ഒന്ന് ഹോപ്പ്ലെസ് ആയിരിക്കും ആള്, പിന്നെ ഒന്ന് ഹെൽപ്ലെസ് ആയിരിക്കും, പിന്നെ ഒന്ന് വർത്ത്ലെസ് ആയിരിക്കും. ഈ 3 കാര്യങ്ങളാണ്. ഹോപ്പ്ലെസ്നെസ്, വർത്ത്ലെസ്നെസ്, ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല, ഞാൻ ഒന്നിനും കൊള്ളില്ല. അതെ അതെ അതെ. ഇപ്പൊ ഈ 3 കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യും. ഹോപ്പ്ലെസ് ആകുമ്പോൾ മുമ്പോട്ടുള്ള പിന്നെ അതിൻ്റെ അകത്ത് ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഈ 9 ക്രൈറ്റീരിയാസിൽ സിംറ്റംസിൽ സൂയിസൈഡൽ ഐഡിയേഷൻസ് കൂടുതലായിരിക്കും. എനിക്കെങ്കിലും മരിച്ചാൽ മതി എന്നുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഡിപ്രഷനൊക്കെ സാധാരണ ക്ലിനിക്കിൽ ഡിപ്രഷനായിട്ട് വരുന്ന പേഷ്യൻസിനോട് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റ് ആദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് മരിക്കാൻ ആഗ്രഹമുണ്ടോ? ഫസ്റ്റ് ചോദ്യം അത് തന്നെയായിരിക്കും. കാരണം നിങ്ങൾ സൂയിസൈഡിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റ് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റ് ചോദിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് സൂയിസൈഡൽ ഐഡിയേഷൻസ് ഇതിൽ കൂടുതലായിരിക്കും. പിന്നെ അവരെ കുറിച്ച് തന്നെ ഒരു വാല്യൂ ഇല്ലായ്മ, അതാണ് മെയിനായിട്ട്. അവർ സെൽഫ് എസ്റ്റീം വളരെ ഡൗൺ ആവുകയും അത് പിന്നെ ഭയങ്കരമായിട്ട് അവരുടെ എല്ലാ ആക്ടിവിറ്റീസിനെ അഫക്ട് ചെയ്യുകയും ചെയ്യുന്നൊരു വലിയൊരു കാര്യം ഈ ഡിപ്രഷന്റെ കാര്യത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. 3 കാര്യങ്ങൾ മെയിനായിട്ട് ഇത് കാറ്റഗറൈസ് ചെയ്താൽ ഡിപ്രഷൻ, വിഷാദം എന്ന് പറയുന്നത് നമുക്കൊന്ന് ബിഹേവിയറൽ സിംറ്റംസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. എന്നുവെച്ചാൽ അവർ എല്ലാ സോഷ്യൽ സിറ്റുവേഷനിൽ നിന്ന് അവർ ഒഴിവാകുന്നു, ബാക്കിലേക്ക് പോകുന്നു, ആക്ടിവിറ്റീസിൽ തന്നെ ഒരു സ്ലോ ആവുന്നു, അവരുടെ റെഗുലർ അക്കാഡമിക് ആക്ടിവിറ്റീസോ ജോലികളോ ഒക്കെ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ താല്പര്യമില്ലാതെ വരുന്നു. പിന്നെ നമുക്ക് ഫിസിയോളജിക്കൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഉറക്കം ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഉറക്കത്തെ പറ്റി പറയുമ്പം 2 തരത്തിലുള്ള ഉറക്കമുണ്ട്. ഡിപ്രഷനിലുള്ള ഉറക്കത്തിന്റെ പ്രശ്നവും ആങ്സൈറ്റിയിലുള്ള ഉറക്കത്തിന്റെ പ്രശ്നവും ഡിഫറെന്റ് ആണ്. അതായത് ഡിപ്രഷനുള്ള ഉറക്കം അവര് ഉറക്കം കിട്ടും, പക്ഷെ നേരത്തെ എഴുന്നേക്കും. ഇപ്പൊ 6 മണിക്ക് സാധാരണ എഴുന്നേക്കുന്ന ആള് ചിലപ്പോൾ 4 മണിക്കോ 3 മണിക്കോ ഒക്കെ എഴുന്നേറ്റ് കുത്തിയിരിക്കും. അതിനകത്ത് അവർക്ക് വേറെ ഒന്നും ചെയ്യാണ്ടാവില്ല. പക്ഷെ ആങ്സൈറ്റിയിൽ അങ്ങനെയല്ല. അവർ കടക്കലേക്ക് പോകുമ്പോൾ അവർക്ക് ഉറക്കം കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട്. അവർ മണിക്കൂറുകൾ ഇങ്ങനെ കണ്ണുമിഴിച്ച് ചുവരുകളുടെ എത്ര എണ്ണം ഉണ്ട്, എത്ര ഹോളുകളൊക്കെ എണ്ണി അവരിങ്ങനെ കിടക്കുന്ന ഒരു രീതിയാണ് സാധാരണ. അപ്പൊ ഇതൊരു ഉറക്കം ഒരു ശാരീരികമായിട്ടുള്ള ഒരു പ്രശ്നം. ഇപ്പോൾ നിങ്ങൾ സിംറ്റംസ് ആണല്ലോ പറഞ്ഞത്. അപ്പൊ നമ്മളിങ്ങനെ ഈ മൈൽഡ് സിംറ്റം അല്ലെങ്കിൽ മോഡറേറ്റ് സിംറ്റം, അക്യൂട്ട് സിവിയർ സിംറ്റംസ്, ഇതൊക്കെ വെച്ചിട്ടാണല്ലോ നമ്മൾ ഒരാളുടെ ഒരു ഡിപ്രഷന്റെ ഒരു ലെവല് അളക്കുകയും ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ എടുക്കണോ വേണം തീരുമാനിക്കുന്നത്. നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ തോന്നുന്നു. അതിനും അതുപോലെ തന്നെ ഇത് ഒരുപാട് തന്നെയാണോ പിള്ളേരിലും ടീൻസിലും യൂത്തിലും അല്ലെങ്കിൽ ഒരു എൽഡർലി ആൾക്കാരിലൊക്കെ സിംറ്റംസ് ഒക്കെ ഇതുപോലൊക്കെ തന്നെ ആയിരിക്കുമോ? ഒന്ന് അതിനെപ്പറ്റി സംസാരിച്ചാൽ നല്ലതായിരിക്കും തോന്നുന്നു. സിംറ്റംസ് ഡിപ്രഷന് കോമൺ ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ട്. ഇപ്പം ലോസ് ഓഫ് ഇൻട്രസ്റ്റ്, ഇപ്പം വിശപ്പില്ലായ്മ, അതുപോലുള്ള കുറേ കോമൺ ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ട്. പിന്നെ നമുക്ക് എപ്പോഴും പ്രൊഫഷണൽ ആയിട്ടുള്ള സ്കെയിൽസ് ഒക്കെ ഉണ്ട്. ഇത് ഡിപ്രഷൻ അളക്കാനൊക്കെ ഉള്ള സ്കെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഡയഗ്നോസിസിലേക്ക് നമ്മൾ എത്തുക. പിന്നെ പിള്ളേരിലും അഡൽട്ടിലും എല്ലാം കോമൺ ആയിട്ടുള്ള സിംറ്റംസ് എപ്പോഴും യൂസ് ചെയ്യും. പിന്നെ ഇത് പറഞ്ഞല്ലോ, എപ്പോഴും ഡിപ്രഷൻ
ഒരു ഇൻഡിവിജ്വലി പേഴ്സൺ ടു പേഴ്സൺ വേരിഡ് ആയിരിക്കും. പിന്നെ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ഈ ആങ്സൈറ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം കോമൺ ആയിട്ട് എല്ലാവരും പറയുന്നത് എനിക്ക് ഡിപ്രഷൻ ആണെന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ആങ്സൈറ്റി ആയിരിക്കാം. ലൈക്ക് ഇപ്പോൾ ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആയിരിക്കും അല്ലേ, ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആണ് ആങ്സൈറ്റി എപ്പോഴും. എനിക്കത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ മുമ്പോട്ട് എനിക്ക് ജോലി കിട്ടുമോ, അങ്ങനെയുള്ള ആങ്സൈറ്റി റിലേറ്റഡ് ആയിരിക്കും എപ്പോഴും വരുന്നത്. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. ജീവിതത്തിൽ സംഭവിച്ച എന്തെങ്കിലും ഒരു കാര്യം ഒരു പാസ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതാണ് ഈ ഡിപ്രഷൻ്റെ ഒരു ആങ്സൈറ്റിൻ്റെ. അപ്പം ഈ ആങ്സൈറ്റി ആയിരിക്കും എപ്പോഴും ഈ ഡിപ്രഷൻ ആണെന്നുള്ള ഒരു തെറ്റിദ്ധാരണയിൽ. ഇതിനകത്ത് കൂടെ കൂട്ടിച്ചേർക്കാനുള്ളൊരു കാര്യം ഈ നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സ്, ഇതിനെങ്ങനെ ചുറ്റി വരിഞ്ഞ് വിഷ സൈക്കിൾ പോലെ. കാരണം അത് കൊഗ്നീഷൻ, ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പ്രതീക്ഷയില്ലായ്മ, ഞാനൊന്നിനും കൊള്ളില്ല, ഐ ആം എ യൂസ്ലെസ് പേഴ്സൺ, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഒരു നെഗറ്റീവ് തോട്ട്സിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പൊ ഇത് ശരിക്കും ഇതിന്റെ ചികിത്സയുടെ ഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് തന്നെ ഈ 2 കാറ്റഗറിയിൽ അവരുടെ ചിന്തകൾക്കുള്ള ട്രീറ്റ്മെന്റ്, പെരുമാറ്റത്തിലുള്ള ട്രീറ്റ്മെന്റ്, ഇത് രണ്ടും 2 രീതിയിലാണ് 2 ലെവലിൽ തന്നെ കൊടുക്കുക. പ്രധാനമായിട്ടും ട്രീറ്റ്മെന്റ് കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയാണ് ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ആയിട്ട് ഡിപ്രഷന് ഇന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. CBT, കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത് അവരുടെ ചിന്തയിൽ ഉണ്ടാകുന്ന മോഡിഫിക്കേഷൻ. കാരണം ഈ നെഗറ്റീവ് കൊഗ്നീഷൻസിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ശാസ്ത്രീയമായിട്ട് അപഗ്രഥിച്ച് അതിനെ വിലയിരുത്തി അവരുടെ നോർമൽ ആയിട്ടുള്ള ചിന്തയിലേക്ക് കൊണ്ടുവരിക എന്നാണ്. അതുപോലെ തന്നെ റീവയറിംഗ് നടക്കും. അപ്പം ഇത് അതുപോലെ തന്നെ പെരുമാറ്റത്തിലും, കാരണം ബിഹേവിയറൽ സിംറ്റംസ് എല്ലാം ബിഹേവിയർ തെറാപ്പി ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ട്രീറ്റ്മെന്റ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ മൂഡ് ഡിസോർഡറിന്റെ അണ്ടറിലാണല്ലോ ഈ പറയുന്നത് നമ്മുടെ ഡിപ്രഷൻ, ബൈപ്പോളാർ, അതുപോലെ ടൈപ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് ചില മേജർ ഡിപ്രഷൻ കേസസിൽ ചില സമയത്ത് ചില പേഷ്യൻസിൽ ഹലൂസിനേഷൻസ് അല്ലെങ്കിൽ ഡിലൂഷൻസ് ഒക്കെ കോമൺ ആണ്. ഹലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫോൾസ് പെർസെപ്ഷനാണ്, ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് അപ്പം അതിൽ മെയിനായിട്ടും ഓഡിറ്ററി ഹലൂസിനേഷൻ, വിഷ്വൽ ഹലൂസിനേഷൻസ്, ടാക്ടൈലൊക്കെയാണ് കോമൺ ആയിട്ട് കാണുന്നത്. നമ്മുടെ പ്രാക്ടീസിൽ നമ്മൾ കാണുന്ന കുറച്ച് ഹലൂസിനേഷൻസ്. അതിൽ ഈ കമാൻഡ് ഹലൂസിനേഷൻ വരുമ്പോൾ ഈ പേഷ്യൻസ് മെയിനായിട്ടും കേൾക്കുന്ന ഒരു സൗണ്ട് എന്ന് പറഞ്ഞാൽ യു ആർ യൂസ്ലെസ്, എയ്തർ യു ഹാം യുവർ സെൽഫ് നോർ യു ഹാം അതേഴ്സ്, അല്ലെങ്കിൽ യു ആർ യൂസ്ലെസ്, യു കമ്മിറ്റ് സൂയിസൈഡ്, അങ്ങനെയുള്ള ചില നെഗറ്റീവ് തോട്ട്സ് മുഴുവൻ ഭയങ്കരമായിട്ട് പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കും. അതെ, ഒരു നെഗറ്റീവ് തോട്ട്സ് ആണ് എപ്പോഴും ഇവർ കേൾക്കുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മളിപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ക്രോണിക് മെന്റൽ ഡിസോർഡേഴ്സ് ആയിട്ടുള്ള പേഷ്യൻസുമായിട്ടാണ്. അപ്പോൾ അവർ മെയിനായിട്ടും വീട്ടിൽ നിന്ന് ഇറങ്ങി വരാനുള്ളൊരു കാരണമായിട്ട് നമ്മൾ എക്സ്പീരിയൻസിൻ്റെ ലെവലിൽ കണ്ടേക്കുന്ന ഒരു കാര്യം ഈ കോംപ്ലക്സ് ഹലൂസിനേഷനാണ്. വീട്ടിൽ നിന്ന് എനിക്ക് ഈ സ്ഥലത്ത് ഞാൻ ഫിറ്റ് അല്ല എന്ന് തോന്നുമ്പോൾ അവർ വീട്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഇറങ്ങി പോകുന്നു, അങ്ങനെ വാണ്ടറിങ് ആവുന്നു. അങ്ങനെ സ്ട്രീറ്റിൽ നിന്നാണ് ഞങ്ങൾ പേഷ്യൻസിനെ റെസ്ക്യൂ ചെയ്ത് വീണ്ടും അവർ ഇതിലേക്ക് എത്തിക്കുന്നത്. അപ്പം ഇതൊരു വലിയൊരു കാരണമായിട്ട് തോന്നിയിട്ടുണ്ട് ഈ ഒരു കമാൻഡ് ഹലൂസിനേഷൻസ്, ഓഡിറ്ററി വിഷ്വൽ ഹലൂസിനേഷൻസ്. അച്ഛൻ നേരത്തെ പറഞ്ഞു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിപ്രഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, മൈൽഡ്, മോഡറേറ്റ്, സിവിയർ. ഇതെങ്ങനെയാണ് മറ്റുള്ള ആൾക്കാരെ എഫക്റ്റ് ചെയ്യുന്നത്? സിവിയറും മോഡറേറ്റും നമ്മൾ നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന സിംറ്റംസ് ഒക്കെ അവരുടെ ഫംഗ്ഷനിങ്ങിനെ അധികം ബാധിക്കാതെ വരുന്നതാണ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ ചിലപ്പോൾ സാധിക്കും. മോഡറേറ്റും ഈ ഡിപ്രസീവ് സിംറ്റംസിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന ചില സിറ്റുവേഷൻസ് ആണ് മൈൽഡും മോഡറേറ്റും. പക്ഷെ സിവിയർ ആയിട്ട് ഡിപ്രഷൻ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് എന്താ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് നല്ല രീതിയിൽ ബാധിക്കും. അവരുടെ ഫംഗ്ഷനിങ്ങിനെ, അവരുടെ ഇനി കുട്ടികളാണെങ്കിൽ, പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ സ്റ്റഡീസിനെ, ഏത് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒക്യുപേഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ജോബിനെയൊക്കെ നല്ല രീതിയിൽ ബാധിക്കും. അത് നമ്മുടെ ഡെയിലി ലൈഫിനെ ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ അതൊരു വലിയ ഒരു പ്രോബ്ലമായിട്ട് മാറും. ഇപ്പോൾ നമ്മൾ ഇത്ര പറഞ്ഞതെല്ലാം തന്നെ ഈ എങ്ങനെ ഡിപ്രഷൻ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ എന്താ സിംറ്റംസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമുക്ക് വേറൊരാൾക്ക് ഡിപ്രഷൻ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, ഹൗ ക്യാൻ വി ഹെൽപ്പ് ദം. 3 രീതിയിൽ പറയാറ് നമുക്ക്. 1 സെൽഫ് ഹെൽപ്പ് എങ്ങനെ എടുക്കാം, 2 നമുക്ക് ഒരു ഫാമിലിക്കോ ഫ്രണ്ട്സിനോ ഒക്കെ അങ്ങോട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാം, 3 ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എങ്ങനെ സീക്ക് ചെയ്യും. 3 ലെവലിലും പറ്റുമല്ലോ. ഇപ്പോൾ മൈൽഡ് മോഡറേറ്റ് ഒക്കെ ഒരു പക്ഷേ ഇൻസൈഡ് ഒക്കെ തന്നെ നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റുമായിരിക്കും. സിവിയർ ഒരിക്കലും നമുക്ക് പറ്റില്ല, അപ്പോൾ നമ്മൾ പുറത്ത് ഹെൽപ്പ് എടുക്കുകയും ചെയ്യണം. അപ്പോൾ അതിനെപ്പറ്റി എങ്ങനെയാണ് നമുക്ക് എന്തൊക്കെ, ഹൗ ക്യാൻ വി ഹെൽപ്പ് ദം? ഇപ്പം നമുക്ക് ഡിപ്രഷൻ, നമുക്ക് സാധാരണ ഒരാൾക്കൊരു ജോലി നഷ്ടപ്പെട്ടാൽ, അതേപോലെ തന്നെ ഒരു ഫാമിലിയിലൊരു ക്ലോസ് റിലേറ്റീവിൻ്റെ ഡെത്തിന് ശേഷം ഒക്കെ സാധാരണ ഈ ഡിപ്രഷൻ്റെ സിംറ്റംസ് കാണിക്കാറുണ്ട്. അപ്പം നമ്മൾ അങ്ങനെയുള്ള ഡിപ്രഷൻ, അതിനൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു സമയം കഴിയുമ്പം അവർ തിരിച്ച്
അവരുടെ നോർമലായിട്ടുള്ള അവസ്ഥയിലേക്ക് അവരെത്താറുണ്ട്. അപ്പം പക്ഷേ ഈ സിവിയർ കേസുകളിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തന്നെ സ്വീകരിക്കണം. ചിലപ്പം മരുന്ന് വേണ്ടി വരും, അതോടൊപ്പം തന്നെ മരുന്നിനോടൊപ്പം തന്നെ സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റും മറ്റ് സാമൂഹിക അന്തരീക്ഷത്തിലേക്ക് അവരെ ഇൻകോർപ്പറേറ്റ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ വേണ്ടി വരും. അതേസമയം ഒരു മൈൽഡ് ഡിപ്രഷൻ ആണെങ്കിൽ അവർക്ക് മരുന്നിൻ്റെ ആവശ്യം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. കാരണം അതൊരു ടെമ്പററി ആയിട്ട് വന്നതാണ്. സാധാരണ എല്ലാവരും ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു കോമൺ ടേം ആയിട്ട് ഉപയോഗിക്കുന്നത്. അതെല്ലാം ഡിപ്രഷൻ അല്ല. ഞാനിത് ചോദിക്കാൻ കാര്യം എന്താ അറിയോ, ഞാൻ ഫിലിപ്പീൻസിലാണ് പഠിച്ചത്. അവിടെ ഒരു സെയിങ് ഉണ്ട്, അമേരിക്കൻ സ്പെൻഡ് $200 per hour for their counseling and we spend 10 peso or 50 peso for a coffee and talk with friend. അതായത് അമേരിക്കക്കാർ എന്ത് പ്രശ്നം ഉണ്ടായാലും നേരെ ഒരു സൈക്കോളജിയിൽ പോയി കാണുന്നു, $200 കൊടുത്തിട്ട് അവരവിടെ സംസാരിച്ച് ഞങ്ങൾ $10 കൊടുത്തൊരു കോഫി മേടിച്ചിട്ട് 2 1 മണിക്കൂർ വർത്താനം പറയുന്നു, പിരിയുന്നു. അപ്പോൾ ഒരു പക്ഷേ ഒരു ഫസ്റ്റ് ലെവൽ നമ്മുടെ ഒരു വെൻഡൗട്ടിയാണ്. നമ്മൾ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്ന ഫ്രണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ വിവരമുള്ള ഒരാൾ, ഒരു വെട്ടം കിട്ടുന്ന ഒരാൾ, ഒരു പ്രൈമറി ഹെൽപ്പ്. അതാണ് ഞാൻ എടുത്ത് ചോദിച്ചത്. ഈ മൈൽഡ് ആൻഡ് മോഡറേറ്റ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഹെൽപ്പ് ഒരു പക്ഷേ തുറന്ന് സംസാരിച്ചാൽ തന്നെ തീരാവുന്ന കുറേ പ്രശ്നങ്ങളുടെ ഏരിയകളുണ്ടല്ലോ. മൈൽഡിന് ചിലപ്പോൾ ഒരു പക്ഷേ തുറന്ന് സംസാരിച്ചാൽ, അല്ലെങ്കിൽ ഒരു മെൻറ്ററോട് സംസാരിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു വീട്ടിൽ ഇപ്പോഴത്തെ നമ്മുടെ ഒരു ഫാമിലി അന്തരീക്ഷത്തിൽ നമുക്കൊരു അങ്ങനെ ഒരു ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദേഴ്സ് അങ്ങനെ ഇല്ല. നമ്മൾ ലൈഫ് കോച്ച് എന്നൊക്കെ പറയുന്ന അതെ. അപ്പൊ അവരോട് സംസാരിച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ. ഒന്ന് തുറന്ന് സംസാരിച്ച ഒരു കഥാർസിസ് സംഭവിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ. പക്ഷേ മോഡറേറ്റ് സിവിയർ കേസിൽ ചിലപ്പോൾ നമുക്ക് നല്ല ഒരു ട്രീറ്റ്മെന്റിന്റെ നമുക്കൊരു ശരിക്കും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തന്നെ വരാണ്. അതർവൈസ് ദേ മേ ഫർദർ ബ്രേക്ക് ഡൗൺ. ഇവിടെ നമുക്ക് കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയും തമ്മിൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ ഷോർട്ട് ടൈം ആയിട്ട് നമുക്ക് ഒരു ഹീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഷോർട്ട് ടൈം ആയിട്ട് നമ്മുടെ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് കൗൺസിലിംഗ് ആണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. പ്രൈമറി ഹെൽപ്പ് എടുക്കാൻ കൗൺസിലിംഗ് ആണ്. ഇനി ഈ കൗൺസിലിംഗ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫർദർ സൈക്കോതെറാപ്പിയിലേക്ക് പോകുന്നു. അതായിരിക്കും കൂടുതലായിട്ടും ഒരു പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് കൗൺസിലിംഗും സൈക്കോതെറാപ്പിയും ഏറ്റവും ഒരു ഇന്റർവെൻഷൻ പോലെ നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. സിവിയർ കേസസിൽ എപ്പോഴും ഇത് മൂന്ന് ആസ്പെക്ട്സും, അതായത് കൗൺസിലിംഗ്, മെഡിക്കേഷൻ, തെറാപ്പീസ് ഒരുപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം സാറ് നേരത്തെ പറഞ്ഞ പോലെ ഈ റീഹാബിലിറ്റേഷൻ സെറ്റപ്സിലൊക്കെ നമ്മൾ മെയിനായിട്ടും തെറാപ്പീസിന് ആദ്യം തൊട്ടേ ഫോക്കസ് കൊടുക്കുന്നുണ്ട്. ഒരു ബിഹേവിയറൽ തെറാപ്പീസ്, അതുപോലെ SRT, സോഷ്യൽ റിതം തെറാപ്പീസ്, അതുപോലെ തന്നെ REBT സെഷൻസ്, റാഷണൽ ഇമോട്ടീവ് ബിഹേവിയറൽ തെറാപ്പി ടെക്നിക്സ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഇവരുടെ ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരുപോലെ ഈ 3 കാര്യങ്ങൾ ഒരുപോലെ ഇതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി ഒരു പേഷ്യൻറ്റിനെ ഹെൽപ്പ് ചെയ്യും. നമുക്കിനി ഈ മാനസിക ആരോഗ്യത്തെ പറ്റി നമ്മുടെ ചർച്ചകൾ മുഴുവൻ നടന്നു പോയി. ഇതോട് ബന്ധപ്പെട്ട ഒരു കോമൺ ഡൗട്ട് എന്നോട് കഴിച്ച ഒരു അച്ഛൻ തന്നെ ചോദിച്ചാണ് ഇതിനെപ്പറ്റി. അതായത് നമുക്ക് വിവാഹത്തിലുള്ളൊരു തടസ്സമാണല്ലോ മാനസികമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മറച്ചു വെച്ചിട്ട് വിവാഹം നടത്തി കഴിഞ്ഞാൽ ആ വിവാഹം അസാധുവായിരിക്കും. സഭ ഒരിക്കലും തന്നെ നമുക്ക് ഒരിക്കലും ഒരു വിവാഹ മോചനം ഒരിക്കലും സഭ കൊടുക്കുന്നില്ല. പക്ഷേ ആ വിവാഹം അസാധുവാണെങ്കിൽ അത് അസാധുവായിരുന്നു പറഞ്ഞിട്ട് നള്ളിഫൈ ചെയ്ത് കൊടുക്കും. അത് മാത്രമേ സഭ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അസാധുവാകാൻ സാധ്യതയുള്ള കാര്യമാണ് ഈ മാനസിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് മറച്ചു വെച്ചിട്ട് വിവാഹത്തിന് പോവുക, അത് പിന്നീട് കണ്ടുപിടിക്കപ്പെടുക, കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക. അപ്പോൾ ആ വിവാഹമല്ലായിരുന്നു എന്ന്, അസാധുവായി പോയിരുന്നു എന്നൊക്കെ പറഞ്ഞ് സഭ ഒത്തിരി പേർക്ക് ഡിവോഴ്സ് കൊടുക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടാവും. പ്രത്യേകിച്ച് ഒരു പോസ്റ്റ് കോവിഡ് സിറ്റുവേഷനിൽ ഈ ചോദ്യം ഭയങ്കര റെലവൻ്റ് ആണ്. കാരണം ഈ പോസ്റ്റ് കോവിഡ് സിറ്റുവേഷനിൽ ഒത്തിരി ടീൻസും കോളേജ് ഗോയിങ് സ്റ്റുഡൻസും വർക്ക് ചെയ്യുന്നവരൊക്കെ പ്രഷർ താങ്ങാൻ പറ്റാതെ മിക്കവരും തന്നെ കൗൺസിലിങ്ങിന് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ തെറാപ്പിക്ക് പോയിട്ടുണ്ട്, ഡിപ്രഷനായി പോയിട്ടുണ്ട്. അപ്പോൾ എന്നോട് അച്ഛൻ സീനിയർ പ്രീസ്റ്റ് ചോദിച്ചാണ്, ഇത് പറയണോ, ഇത് പറഞ്ഞ വിവാഹം നടക്കാതിരിക്കുമോ? സാറിന്റെ അഭിപ്രായം എന്താണ് കരുതി? അത് 2 തരത്തിലാണ് നമ്മൾ കാണുന്നത്. അതായത് ഇപ്പോൾ കോവിഡ് ഒരു പാൻഡമിക് സിറ്റുവേഷൻ ആയിരുന്നു. ആ സമയത്ത് എല്ലാവർക്കും, അതായത് മാനസികാരോഗ്യമുള്ള എല്ലാവർക്കും തന്നെ ഈ ഒരു വറി, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു. ഇതൊരു പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ്സിലൂടെ കടന്നുപോയൊരു സമയമാണ്. അന്നേരം ടെമ്പററി ആയിട്ട് താൽക്കാലികമായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്, ട്രീറ്റ്മെൻറ്റ് അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വിഷയമുള്ള കാര്യമല്ല, അത് സ്വാഭാവികമായിട്ടുള്ള കാര്യം. പക്ഷേ തുടർച്ചയായിട്ട് വർഷങ്ങളോളം ഏതെങ്കിലും ഒരു സമയത്ത് മെഡിക്കേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സഹായം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും മെഡിക്കേഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ, തീർച്ചയായും നമ്മൾ വിവാഹത്തിന് മുമ്പ് അത് വെളിപ്പെടുത്തേണ്ടത് തന്നെയാണ്. അതെ. കാരണം ഇത് മാനസികാരോഗ്യം ഉണ്ടാകുന്നത് ഒന്ന് പാരമ്പര്യം, പിന്നെ ഒന്ന് കണ്ടിന്യൂസ് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ. പാരമ്പര്യം അവർക്കുണ്ടാകാൻ പോകുന്ന ഒരു തലമുറയിലും
കണ്ടിന്യൂ ചെയ്യപ്പെടാം, പ്രശ്നം കൈമാറ്റം ഉണ്ടാക്കും. ചെയ്യപ്പെടാം. അതെ. പിന്നെ അപ്പൊ സാർ അതൊരു വലിയൊരു ക്രിട്ടിക്കൽ ഇതൊരു സിറ്റുവേഷൻ. ട്രസ്റ്റിന്റെ പ്രശ്നമുണ്ടല്ലോ, അതെ, ഒരു ട്രസ്റ്റിന്റെ ഇഷ്യൂ ആണ്. കാരണം സീരിയസ് ഇഷ്യൂ ആണ്. അതെ, നമ്മള് വിവാഹം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഭാര്യയും ഭർത്താവും ആകുന്നത് ഒരു പൂർണ്ണമായിട്ടൊരു ട്രസ്റ്റിന്റെ ഇഷ്യൂ വഴിയാണ്. അതെ 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 അതെ. എനിക്കൊന്ന് ഈ ക്രോണിക് മെന്റൽ ഡിസോർഡേഴ്സ് ഒരിക്കലും ശരിക്കും പറഞ്ഞാൽ ക്രോണിക് മെന്റൽ ഡിസോർഡേഴ്സ് ക്യൂറബിൾ അല്ല. പക്ഷെ മനസ്സിലാക്കാൻ ക്യൂറബിൾ അല്ല, അത് ട്രീറ്റബിൾ മാത്രമാണ്. അപ്പോൾ ട്രീറ്റബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് ഇപ്പം സ്കിസോഫ്രീനിയ അല്ലെങ്കിൽ ബൈപ്പോളാർ അതുപോലുള്ള കേസസ് ഒക്കെയാണ്. അതിന് മെഡിസിൻ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും അത് അഡ്രസ്സ് ചെയ്തിട്ട് മാത്രമേ വിവാഹം അതുപോലുള്ള കാര്യങ്ങളിലേക്ക് കടക്കാവൂ. ഞാനിത് സംസാരിച്ചപ്പോഴത്തേക്കും ഞാൻ ചർച്ച് ഒഫീഷ്യലുമായിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് അച്ഛനുമായിട്ട് തന്നെ സംസാരിച്ചു, ഇതുപോലെ കോടതിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഉറപ്പായിട്ടും ഇതുപോലത്തെ കാര്യങ്ങൾ വിവാഹത്തിന് മുമ്പ് 2 കൂട്ടർ സംസാരിക്കുകയും ഒരു നല്ലൊരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ അടുക്ക പോയി വിവാഹത്തിലേക്ക് മുമ്പോട്ട് പോകാൻ ഈ വ്യക്തിക്ക് പ്രശ്നമില്ല എന്ന് ഒരു NOC, ഒരു സർട്ടിഫിക്കറ്റ് സമ്പാദിച്ച ശേഷം മാത്രമേ വിവാഹത്തിൽ പ്രവേശിക്കാവൂ. അത് സൈക്കോളജിസ്റ്റിന് ഫോർമൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളുണ്ട്. അതായത് ഒരു വ്യക്തിക്ക് മാനസികാരോഗ്യം ഉണ്ടോ ഇല്ലയോ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നമ്മൾ MRIയും FMRI ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ അവർക്ക് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളുണ്ട്. അപ്പൊ ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സർട്ടിഫിക്കറ്റ് സ്വീകരിച്ചതിന് ശേഷം മാത്രമേ ഒരു മാനസികാരോഗ്യ വിദഗ്ധനും പറയില്ല അതെ കല്യാണം കഴിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്രോണിക് ഇഷ്യൂ ഉണ്ടെങ്കിൽ കല്യാണം കഴിച്ചു എന്ന് പറയില്ല. ഇത് വളരെ സീരിയസ് ആയിട്ട് എല്ലാവരും കൺസിഡർ ചെയ്യേണ്ട കാര്യം കൂടിയാണ്. വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി തന്നെ. കാരണം പിന്നീട് ഒത്തിരി വിവാഹമോചന കേസുകൾ സഭയ്ക്കുള്ളിൽ വരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതുപോലെയുള്ള കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാതെയും ഒളിച്ചു വെച്ചതും പിന്നീട് വലിയ പ്രശ്നങ്ങളായി മാറുന്നതുകൊണ്ട് തന്നെയാണ്. നമ്മുടെ സമയപരിമിതി മൂലം നമ്മൾ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. ഇനിയും മാനസികാരോഗ്യത്തിന്റെ 1-2 എപ്പിസോഡ് നമ്മൾ തുടരെ വരുന്നതായിരിക്കും. അവസാനം തീരുന്നതിന് മുമ്പ് കാൾ യുങ്, വൺ ഓഫ് ദ ബിഗ് ജൈന്റ് ആണല്ലോ ഈ മാനസികാരോഗ്യം. കാൾ യുങ്ങിന്റെ ഭയങ്കര പ്രശസ്തമായ ഒരു കോട്ടുണ്ട്. അദ്ദേഹത്തിനടുക്കെ ഇങ്ങനെ ട്രീറ്റ്മെന്റ് വരുന്നത് അദ്ദേഹം ചോദിക്കുന്ന ആ ചോദ്യമായിരുന്നു, താങ്കളൊരു ക്രിസ്ത്യാനിയാണോ, കാത്തലിക് ആണോ? ആണെങ്കിൽ ഒന്ന് പോയി കുംസാരിച്ചിട്ട് വാ. ഒരു ഫസ്റ്റ് ക്ലെൻസിങ് കഴിഞ്ഞ് ഒരു പ്യൂരിഫിക്കേഷൻ കഴിഞ്ഞ് ഇങ്ങോട്ട് വാ, എന്നിട്ട് ബാക്കി എനിക്ക് പണി എളുപ്പമായിരിക്കുന്നു. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കോഡ്. ഞാൻ ഫിലോസഫി പഠിക്കുന്ന സൈക്കോളജി പഠിക്കുന്ന സമയത്ത് ഇത് കേട്ടിട്ടുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സാധനമായിരുന്നു. കാരണം ആദ്യം ഒരു ഫസ്റ്റ് പ്യൂരിഫിക്കേഷൻ ലെവൽ ദൈവത്തിന് നടത്തിയിട്ടോ, ബാക്കി എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഈസി ആയിരിക്കും, നിങ്ങൾക്ക് കൂടുതൽ ഓപ്പൺ ആയിരിക്കും എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഒരു ആത്മീയതയ്ക്ക് ഈ മാനസിക ആരോഗ്യത്തിൽ വലിയൊരു കൈയുണ്ട്. നമ്മളത് പറഞ്ഞ് നമുക്ക് ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അടുത്ത വായിച്ച മനോഹരമായ ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, ഗോഡ് സെസ് ഡു നോട്ട് ബി അഫ്രൈഡ് 365 ടൈംസ് ഇൻ ദ ബൈബിൾ. നല്ല രസകരമായ ആർട്ടിക്കിളായിരുന്നു. ഡു നോട്ട് ബി അഫ്രൈഡ്, ഐ ആം വിത്ത് യു. നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് 365 പ്രാവശ്യം ബൈബിളിൽ പറയുന്നു. ഞാൻ എണ്ണി തപ്പിപ്പിടിച്ച് പ്രൂവ് ചെയ്തില്ല. ആർട്ടിക്കിൾ പറയുന്നത് എന്തിനു വേണ്ടി പറയുന്നുള്ള രസം. 365 ദിവസവും ദൈവം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, നീ ഭയപ്പെടേണ്ട. ഈ ആങ്സൈറ്റി, സ്ട്രെസ്, ഡിപ്രഷൻ ഇതുപോലത്തെ കാര്യങ്ങളിലൊക്കെ വി ഹാവ് എ ജൈന്റ് ഗോഡ്. കൊച്ചു പറഞ്ഞ തമാശ പറഞ്ഞ പോലെ ഐ ഹാവ് എ പ്രോബ്ലം, ഓ മൈ ഗോഡ് ഐ ഹാവ് എ പ്രോബ്ലം, ഐ ഹാവ് എ ബിഗ് പ്രോബ്ലം. തിരിച്ചു പറഞ്ഞാൽ മതി, ഓ മൈ പ്രോബ്ലം ഐ ഹാവ് എ ബിഗ് ഗോഡ്. എനിക്ക് വലിയൊരു ദൈവമുണ്ട് കൂടെ ദൈവം പ്രൊവൈഡ് ചെയ്ത മനുഷ്യരുണ്ട് കൂടെ, സഹായിക്കാൻ പറ്റുന്ന മാലാഖമാർ ഇതുപോലെ നമ്മുടെ അരികളിലൊക്കെ ഉണ്ട്. സോ ഒരിക്കലും ഹെൽപ്പ് സീക്ക് ചെയ്യാൻ നിങ്ങൾ മടിക്കരുത്. ലൗഡായിട്ട് പറയണം എനിക്ക് പ്രശ്നം ഉണ്ടെന്നുള്ളത്. നമ്മൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഡിപ്രഷൻ സെയിന്റ് എന്ന് പറഞ്ഞ ആളുണ്ട്. കേൾക്കുമ്പോൾ ഫണ്ണായിട്ട് തോന്നും. നമുക്ക് ബൈബിളിലൊരു കഥാപാത്രമാണ്. അത് മറ്റേ ജെറമിയാണ് ഡിപ്രഷൻ സെയിന്റ്. ഏറ്റവും ശക്തനായ പ്രോഫറ്റാണ്, പ്രവാചകനാണ്. പക്ഷേ ജെറമിയയുടെ ആദ്യഭാവം നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ രസമാണ് വായിക്കാനായിട്ട്. ഞാൻ ദൈവത്തിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെടുന്ന അവനെ തിരഞ്ഞെടുത്തു, അവനെ അറിഞ്ഞു, ജനതകൾക്ക് പ്രവാചന ഉയർത്തി എന്നൊക്കെ പറഞ്ഞാൽ തുടങ്ങുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു 5-6 അധ്യായം കഴിഞ്ഞ് പുറകോട്ട് വരുമ്പോഴത്തേക്ക് അവൻ തന്നെ പറയുന്നുണ്ട്, ഏത് നശിച്ച സമയത്താണോ ഞാൻ ജനിച്ചത്, ഞാൻ ജനിച്ചെന്ന് പറയാനായിട്ട് എൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് ഓടിപ്പോയ നശിച്ചു പോട്ടെ, അവൻ ശപിക്കപ്പെടട്ടെ, എൻ്റെ അമ്മ എനിക്ക് ജന്മം നൽകിയ നിമിഷം ശപിക്കപ്പെട്ടതാവട്ടെ, ഞാൻ ഭൂമിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് എന്നെ സ്വീകരിച്ച ആ ഒരു സ്ത്രീ മിഡ് വൈഫ് അവൾ ശപിക്കപ്പെട്ടതാണ്. നീണ്ട ശാപങ്ങളാണ്. കുറച്ച് കഴിയുമ്പോൾ പറയും ദൈവം എല്ലാം അറിയുന്നു, ദൈവത്തിനെല്ലാം സാധ്യമാണ്. ഇതൊരു മനുഷ്യന്റെ മാനസികമായ കടന്നുപോകലും അവൻ ദൈവത്തിന് മുമ്പിൽ പച്ചയെടുത്ത് ഉറക്കെ വിളിച്ചു പറയാണ്. ഇത് തന്നെയാണ് നമ്മുടെ ഈ മാനസിക ആരോഗ്യ തുറന്ന് പറയുക. ഇഫ് യു ഹാവ് എ പ്രോബ്ലം, നമുക്ക് തുറന്ന് പറയാൻ പറ്റുന്ന ഒരു ഓപ്പൺനെസ് ഉണ്ടാവട്ടെ. മാനസിക ആരോഗ്യം നമുക്ക് ശരീരത്തിനും ആത്മീയതയ്ക്കും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നമുക്ക് ഒരു നിമിഷം ഒരു ഹീലിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് തന്നെ നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. നമുക്ക് കുടുംബം ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങൾ ഒന്ന് ചേർന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോടൊപ്പമുള്ള ഈ ഡോക്ടറിനെയും അധ്യാപകരെയും തെറാപ്പിസ്റ്റിനെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഇവരെല്ലാം ഒന്ന് ചേർന്ന് ചെയ്യുന്ന ശുശ്രൂഷയെ, മിനിസ്ട്രിയെ നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യുവതലമുറയിൽ പ്രത്യേകിച്ച് മാനസികമായി ബുദ്ധിമുട്ടുകൾ നേരിടുന്ന, പ്രശ്നങ്ങൾ നേരിടുന്ന, സ്ട്രെസ്സും ആൻസൈറ്റിയിൽ കടന്നു പോകുന്നവരോട് എല്ലാവരോടും നമ്മൾ കരുണ തോന്നണമേ. ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് നിന്റെ പറഞ്ഞ വചനം അവരിൽ ബലമായിട്ടും ഹീലിംഗ് ആയിട്ട് മാറട്ടെ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അവരെപ്പോഴൊക്കെ അൺവൃത്തിയാന്ന് തോന്നുന്നു, അപ്പോഴൊക്കെ ഒരു പഴയ നിയമത്തിൽ പിതാവായ ദൈവം പറഞ്ഞ വചനങ്ങൾ
നീ എനിക്ക് പ്രിയങ്കരനും ബഹുമാന്യനും അമൂല്യനുമാണ്, നീ എൻ്റെ കുഞ്ഞാണ്. ദൈവമേ, ഈ വചനങ്ങളിലൂടെ ഈ മനുഷ്യർ, ഈ കുഞ്ഞുങ്ങൾ, ഈ ചെറുപ്പക്കാർ ഹീൽ ചെയ്യപ്പെടട്ടെ. ഞങ്ങൾ ഒന്ന് ചേർന്ന് ആ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവെ, ഇവരെയൊക്കെ പൊതിഞ്ഞ് പിടിക്കണമേ. നമുക്കൊന്ന് ചേർന്ന് ഈശോമിശിഹായുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു. ചലം ടിവിയുടെ ഒരു യൂത്ത് സ്പെഷ്യൽ പ്രോഗ്രാം ടേണിംഗ് പോയിന്റ്